കോഴിക്കോട് ഈ താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടിരിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ പ്ലാന്റിലെ മാലിന്യം സമീപത്തെ പുഴയിലേക്ക് ഒഴുകിയിരുന്നു. തുടർന്ന് MLA PK ഫിറോസ് വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി. പരിസ്ഥിതി പ്രശ്നങ്ങളും ജനകീയ പ്രതിഷേധവും കണക്കിലെടുത്താണ് തീരുമാനം. ഷാഹിദ് റഹ്മാൻ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാഹിദ്, ഇപ്പൊ ഈ പ്രളയത്തിൽ വന്ന പ്രശ്നം എന്നുള്ളതല്ല, അതിന് എത്രയോ കാലം മുമ്പ് തന്നെ ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണം ആ സമീപവാസികളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത് എന്നുള്ള ആരോപണമുണ്ട്. എന്തായാലും പൂട്ടാനുള്ള തീരുമാനമായിരിക്കുന്നു. തീർച്ചയായും മാധു, കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് അടച്ചു പൂട്ടുക എന്നുള്ളത്. കാരണം ഇവിടേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ദുർഗന്ധമായിരുന്നു ഈ മേഖലയിൽ ഒന്നാകെ ഉണ്ടായിരുന്നത്. അപ്പോൾ നാട്ടുകാർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു സമരമല്ല, കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരായിരുന്നു. നമുക്കറിയാം വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി, നിരവധി ആളുകളെ ജയിലിലാക്കുന്ന സാഹചര്യമുണ്ടായി, നിരവധി ആളുകൾ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ ഒരു സമരത്തിന്റെ നാളുകൾ പരിശോധിക്കുന്ന സമയത്ത് അത്രയും അധികം പ്രയാസവും ബുദ്ധിമുട്ടും ഇവിടെയുള്ള ആളുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനൊരു പരിസമാപ്തിയാകുന്നു എന്നുള്ളതാണ്, സന്തോഷിക്കാൻ ഒരു വക ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം അടച്ചുപൂട്ടാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അന്ന് ഈ സമരം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറായിട്ടുള്ള പേരെങ്ങനെയായിരുന്നു? ഷീജ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇപ്പം ഈ ഒരു അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെ നോക്കിക്കാണുന്നത്? ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ ഫ്രഷ് കട്ട് എന്ന ഈ കമ്പനി പുഴ തീരത്താണ്, ഇരുതുള്ളി പുഴ തീരത്താണ്. അവിടെ നിന്നും ഇത്രയും ദുരിതം അനുഭവിച്ച, ദുർഗന്ധം അനുഭവിച്ച ഈ ജനങ്ങൾക്ക് നീതിയും ന്യായവും നടപ്പിലാക്കി തന്ന സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഞങ്ങളെ MLAക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അഭിവാദ്യർക്ക് സന്തോഷം. ഇതാണ് നമുക്കറിയാം. ഞാൻ ബാബുഖാൻ്റെ അടുത്ത് കൂടി പോവുകയാണ്. ഒരു സമയത്ത് ഞാൻ ഒളിവിൽ കഴിയുന്ന സമയത്തൊക്കെ പോയി ബൈറ്റ് എടുത്ത ആളാണ്. ഇപ്പം അതായത് സമരപ്പന്തലിൽ ഇരുന്നിട്ടാണ് വീണ്ടും നമ്മൾ കാണുന്നത്. അപ്പം ഒരു സന്തോഷ വാർത്ത കൂടി നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ഇനി ഒരു പക്ഷെ അവർ കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും അതിനെ നേരിടുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുണ്ട് ഈ പുതിയ വാർത്ത. കാരണം കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ MLAയുടെ ഒക്കെ നേതൃത്വത്തിൽ PK ഫിറോസ് MLA, മുൻ MLA MK മുനീർ സാഹിബ്, അതുപോലെ റസാഖ് മാസ്റ്റർ MLA, അതുപോലെ CK കാസിം MLA, അതുപോലെ അവരോടൊക്കെ കടപ്പാടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അവർ കോടതിയിൽ പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 കിലോ വേസ്റ്റ് ഇനി അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കാരണം അവരുടെ ധിക്കാരപരമായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇതിന് മുന്നുണ്ടായിരുന്ന കളക്ടർ സ്നേഹ് കുമാർ സിംഗ്, അദ്ദേഹം ഇവരുടെ ഒരു പക്ഷത്തായിരുന്നു. അതാണ് ഈ ഇത്രയും കാലം ഞങ്ങൾ ഒരുപാട് സമരം ചെയ്തിട്ടും ഒരുപാട് ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടൊന്നും ഇത് എവിടെ എത്താതിരുന്നത് അദ്ദേഹം ഇവരുടെ പക്ഷത്തായിരുന്നു. നീതി ലഭിച്ചു എന്ന് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നീതി ലഭിച്ചു എന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന. പൂർണ്ണ അർത്ഥത്തിൽ 100% ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അവർ കോടതിയിൽ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് ഞങ്ങൾ അവിടെ ഇനി മുന്നോട്ട് ഞങ്ങൾ ഈ സമരസമിതിയുടെ നേതാക്കളും അതുപോലെ തന്നെ 4000-ഓളം കുടുംബങ്ങളും ഞങ്ങളുടെ ശവത്തിൽ വണ്ടി കയറ്റിയിട്ട് ഇനി അവർക്ക് ആ പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രത്തോളം 7 വർഷത്തോളമായിട്ട് അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ്. അതിന് അറുതി വരാൻ വേണ്ടി കാരണക്കാരായിട്ടുള്ള UDF സർക്കാരിന്, പ്രത്യേകിച്ച് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, അതിൻ്റെ കാരണക്കാരായിട്ടുള്ള അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ഞങ്ങളെ പ്രിയങ്കരനായിട്ടുള്ള MLA PK ഫിറോസ് സാഹിബ്, മുൻ MLA മുനീർ സാഹിബ്, അതുപോലെ തൊട്ടടുത്ത MLAമാരായിട്ടുള്ള റസാഖ് മാസ്റ്റർ, അതുപോലെ CK കാസിം, ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെ ഈ വിഷമം ഞങ്ങൾ 4-5 മാസം മുമ്പ് പാണക്കാട് സാദിഖലി തങ്ങളെ അടുത്ത് വരെ പോയി പറഞ്ഞു. സാദിഖലി തങ്ങൾ വേണ്ട രീതിയിൽ സന്തോഷം പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു നാട് മുഴുവൻ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്, നിരന്തരം സമരം നടത്തുകയാണ്. പക്ഷെ എന്നിട്ട് നോക്കൂ, ഇപ്പം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ അത് പൂട്ടാൻ ഉത്തരവിടണമെങ്കിൽ അതിന് കൃത്യമായ കാരണം അവിടെ ഉണ്ടായിരിക്കണമല്ലോ. ആ കാരണം നിലനിന്നിരുന്ന ഇത്രയും കാലവും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വലിയ പരാജയമാണത്. അപ്പോൾ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് അത് മുഖവിലേക്ക് എടുക്കാതെ ഇതിന് അനുകൂലമായ തീരുമാനമെടുത്ത്, തീരുമാനം മാത്രമല്ല ഇതിന് അനുകൂലമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയ ആളുകളെ നമ്മൾ എന്ത് പറയാനാണ്?